കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാട്. മുഖം എത്ര ഭംഗിയുള്ളതായാലും കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുണ്ടായാൽ അത് തീർച്ചയായും സൗന്ദര്യത്തിന് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. വളരെയധികം പേർ അഭിമുഖീകരിക്കുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണിത്. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. കൃത്യമായും കാരണമെന്തെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഉചിതമായ പ്രതിവിധി നൽകാനാകൂ. കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാടുകൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. പാരമ്പര്യം. കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാട് പലർക്കും പാരമ്പര്യമായിട്ടാണ് ലഭിക്കാറുള്ളത്. സാധാരണഗതിയിൽ കണ്ണിന് ചുവട്ടിലുള്ള ചർമ്മം വളരെ കട്ടി കുറഞ്ഞതാണ്. അതിന് ചുവട്ടിലൂടെയുള്ള രക്തക്കുഴലുകളിൽ കൂടി രക്തം പ്രവഹിക്കുമ്പോൾ പുറത്ത് നീലിച്ച നിറം കാണപ്പെടും. ചർമ്മം സുതാര്യമാണെങ്കിൽ കറുപ്പ് നിറത്തിന്റെ കാഠിന്യം വർദ്ധിക്കും. സൂര്യതാപം കൊണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും വെയിലിന്റെ കാഠിന്യം കൂടിയ വേനൽക്കാലത്ത് കണ്ണിന് ചുവട്ടിൽ കറുത്തു നിറം പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇരുണ്ട ചർമ്മമുള്ളവർക്ക് പോലും ഇത് കാണാറുണ്ട്. അലർജി. കണ്ണുകൾക്കുണ്ടാകുന്ന അണുബാധ പലപ്പോഴും ഇതിന് കാരണമാകുന്നു. കണ്ണിന് ചൊറിച്ചിലുണ്ടാകുമ്പോൾ തിരുമുന്നതിന്റെ ഫലമായി ചർമ്മം ചുവന്ന് നീലിക്കാറുണ്ട്. പലതരത്തിലുള്ള അലർജികൾ ഇതിന് കാരണമാകാം. ആഹാരത്തിൽ നിന്നുമുണ്ടാകുന്ന അലർജി പോലും ഇത്തരത്തിൽ കണ്ണിന് ചുറ്റും കറുത്ത പാട് ഉണ്ടാക്കാറുണ്ട്. കൺതടങ്ങളിലെ കറുപ്പ് മാറ്റാൻ ഉരുളക്കിഴങ്ങ് നീരും വെള്ളരിക്കാനീരും സമാസമം ചേർത്ത മിശ്രിതത്തിൽ പഞ്ഞിമുക്കി കൺപോളകളിൽ വയ്ക്കുക. 20 മിനിറ്റിനു ശേഷം കണ്ണുകൾ തണുത്ത വെള്ളത്തിൽ കഴുകുക. നാരങ്ങാ നീരും ഉരുളക്കിഴങ്ങ് നീരും സമാസമം ചേർത്ത മിശ്രിതം ദിവസം 2 പ്രാവശ്യം കൺതടങ്ങളിൽ പുരട്ടുക. മഞ്ഞപ്പൊടി കൈതച്ചക്ക നീരിൽ ചാലിച്ച് കൺതടങ്ങളിൽ പുരട്ടുക. കർപ്പൂര തുളസി ഇടിച്ചു പിഴിഞ്ഞ് കണ്ണുകൾക്ക് ചുറ്റും പുരട്ടുക. ദിവസേന കിടക്കാൻ നേരം ബദാമെണ്ണ കണ്ണുകൾക്ക് ചുറ്റും തടവുക. ഇത് 2 ആഴ്ച തുടർച്ചയായി ചെയ്യുക. മരുന്നുകൾ. രക്തക്കുഴൽ വികസിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് സാധാരണമാണ്. കാരണം രക്തക്കുഴലുകൾ വികസിച്ച് രക്തചംക്രമണം വർദ്ധിക്കുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ചർമ്മം നേർത്തതായതിനാൽ ഇരുണ്ട നിറം കൂടുതൽ കാണപ്പെടുന്നു. പോഷണക്കുറവ്. ശരീരത്തിലുണ്ടാകുന്ന പോഷണക്കുറവാണ് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരാനുള്ള മറ്റൊരു കാരണം. പോഷകങ്ങൾ നിറഞ്ഞ ആഹാരം കഴിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാനാവുന്നതാണ്. ഉറക്കമില്ലായ്മയും ക്ഷീണവും. അമിതമായ ക്ഷീണവും ഉറക്കമില്ലായ്മയും കാരണം കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാട് ഉണ്ടാകാം. വാർദ്ധക്യ ലക്ഷണം. പ്രായമേറുമ്പോൾ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റും വരുന്നത് സർവ്വസാധാരണമാണ്. ഇപ്രകാരം വരുന്നവ മിക്കപ്പോഴും സ്ഥിരമായുള്ളവയായിരിക്കും. കണ്ണിന് ചുവട്ടിലുള്ള ചർമ്മത്തിൽ ചുളിവുകൾ കൂടുതലാണെങ്കിൽ കറുത്ത പാടുകൾ കൂടുതൽ കാഠിന്യമുള്ളതായി കാണപ്പെടും. കണ്ണുകളുടെ വീക്കം മാറ്റാൻ രാത്രിയിൽ കിടക്കയുടെ തലഭാഗം ഉയർത്തിവെക്കുക. ഇത് ഉറക്കത്തിൽ ശരീരദ്രവങ്ങൾ കണ്ണുകൾക്ക് ചുറ്റും ഒഴുകിയെത്തി അടിയുന്നത് തടയും. വിറ്റാമിൻ ഇ എണ്ണയോ ഒലിവെണ്ണയോ പുരട്ടുക. കുറച്ച് ഉരുളക്കിഴങ്ങു കഷ്ണങ്ങൾ ഒരു തുണിയിൽ കെട്ടി 15 മുതൽ 20 മിനിറ്റ് നേരം കണ്ണുകളിൽ വയ്ക്കുക. തണുപ്പിച്ച വെള്ളരിക്ക കഷ്ണങ്ങളോ ഈർപ്പമുള്ള തേയില സഞ്ചികളോ 20 മിനിറ്റ് നേരം കണ്ണുകളിൽ വയ്ക്കുക. വെള്ളരിനീരും നാരങ്ങാനീരും സമാസമം കലർത്തിയ മിശ്രിതം കണ്ണുകൾക്ക് ചുറ്റും പുരട്ടി 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. കണ്ണുകളുടെ സുരക്ഷയും വ്യായാമവും. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടവയാണ് വിറ്റാമിൻ എ, ബി, സി എന്നിവ. പാൽ, വെണ്ണ, കോഡ് ലിവർ ഓയിൽ, മുട്ടയുടെ മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള പച്ചക്കറികളായ മത്തങ്ങ, കാരറ്റ്, തക്കാളി, മാങ്ങ, പപ്പായ തുടങ്ങിയവ. ഇവ കൂടാതെ ഇലക്കറികളായ ചുവന്ന ചീര, പച്ചച്ചീര, അയമോദകം തുടങ്ങിയവയിലും ധാരാളം വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യവും തിളക്കവുമുള്ള കണ്ണുകൾക്ക് ഉറക്കം ഒരു അഭിവാജ്യ ഘടകമാണ്. ഇതിനായി 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വിറ്റാമിൻ എ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. കാരറ്റിന്റെ ഇലകൾ ഏതാനും മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കിവെക്കുക. ഈ വെള്ളം ദിവസവും 3 പ്രാവശ്യം ഭക്ഷണത്തിന് മുൻപ് കുടിക്കുക. പഞ്ഞിക്കഷണങ്ങൾ ചുരുട്ടിയത് പനിനീരിലോ തണുത്ത വെള്ളത്തിലോ മുക്കി 10 മിനിറ്റ് നേരം കണ്ണുകൾക്ക് കീഴെ വയ്ക്കുക. കണ്ണുകളുടെ സുരക്ഷയ്ക്കായി അരണ്ട വെളിച്ചത്തിൽ എഴുതുന്നതും വായിക്കുന്നതും ഒഴിവാക്കുക. വെയിലത്ത് പോകുമ്പോൾ സൺഗ്ലാസ് ഉപയോഗിക്കുക. മുഖം കഴുകാൻ സോപ്പിന് പകരം ഫേസ് വാഷ് ഉപയോഗിക്കുക. ഇത് കൺപോളകളിൽ കറുത്ത പാട് ഉണ്ടാക്കുന്നത് തടയും. ഓടുന്ന വാഹനങ്ങളിലിരുന്ന് വായിക്കുന്നതും അധിക സമയം ഇമ വെട്ടാതെ തുറച്ചു നോക്കുന്നതും ഒഴിവാക്കുക. ഇമ വെട്ടുന്നതിലൂടെ കണ്ണുകൾക്ക് ലൂബ്രിക്കേഷൻ ലഭിക്കുന്നു. ഇമ വെട്ടൽ അമിതമായ പ്രകാശപ്രവാഹത്തിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നു. അമിതമായി കണ്ണുകൾ തിരുമുന്നത് ഒഴിവാക്കുക. കണ്ണുകളുടെ ആരോഗ്യത്തിനായി കണ്ണുകൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. ഇളം ചൂടുപാല്
കടുപ്പം കുറഞ്ഞ തേയിലവെള്ളം, പനിനീർ എന്നിവയിലേതെങ്കിലും മുക്കിയ പഞ്ഞി 10 മിനിറ്റ് നേരം കണ്ണുകളുടെ മുകളിൽ വയ്ക്കുക. പുരികങ്ങളും കൺപീലികളും ദിവസവും ബ്രഷ് ഉപയോഗിച്ച് ചീകി വൃത്തിയാക്കുക. ഒലിവെണ്ണ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം എണ്ണ എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് പുരികവും കൺപീലികളും തിരുമിയാൽ മുടി വളർച്ചയുണ്ടാകും. കൺപീലികളും പുരികവും മുട്ടയുടെ വെള്ള പുരട്ടിയതിനു ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് രോമങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. കണ്ണുകളുടെ വ്യായാമത്തിനായി ഇടയ്ക്കിടെ കണ്ണുകൾക്ക് വിശ്രമം നൽകുന്നതിനായി കണ്ണുകൾ അടച്ച ശേഷം കൈപ്പത്തികൾ കൊണ്ട് പ്രകാശം കയറാത്ത വിധം മൂടി പിടിക്കുക. തുടർന്ന് കൈപ്പത്തികൾ മാറ്റാതെ കണ്ണുകൾ മെല്ലെ തുറന്ന് കൈക്കുള്ളിലെ ഇരുട്ടിലേക്ക് 1 മിനിറ്റ് നേരത്തേക്ക് തുറിച്ചു നോക്കുക. സീലിംഗിലേക്കും നിലത്തേക്കും മാറി മാറി നോക്കുക. ഇത് 10 പ്രാവശ്യം ആവർത്തിക്കുക. ഇനി ചെറുതായി ഇമവെട്ടി കണ്ണുകൾക്ക് വിശ്രമം നൽകുക. അല്ലെങ്കിൽ കൈപ്പത്തികൾ തമ്മിൽ തിരുമ്മിയതിനു ശേഷം കണ്ണുകളുടെ പുറത്തു വയ്ക്കുക. തല ഉയർത്തിപ്പിടിച്ചതിനു ശേഷം നേരെ നോക്കുക. പതുക്കെ ഇടത്തേക്ക് നോക്കുക. പിന്നെ വലത്തേക്ക് നോക്കുക. ഇത് 3-4 തവണ ആവർത്തിക്കുക. കണ്ണുകൾ ആദ്യം പ്രദക്ഷിണമായും പിന്നെ അപ്രദക്ഷിണമായും തിരിക്കുക. ഇത് 5 പ്രാവശ്യം ആവർത്തിക്കുക. കണ്ണുകളുടെ മനോഹാരിതയ്ക്ക് ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് കണ്ണുകൾ. കണ്ണുകളെ സദാ നവോന്മേഷത്തോടെ സൂക്ഷിക്കുന്നതിൽ നാം എപ്പോഴും ശ്രദ്ധ ചെലുത്തണം. അതിനുവേണ്ട മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. കണ്ണുകൾക്ക് ഭംഗി കൂട്ടാൻ ത്രിഫലയിട്ട് കാച്ചിയ എണ്ണ നിത്യവും തേച്ചു കുളിക്കുക. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും ചുളിവുകളും മാറാൻ വെള്ളരിക്ക വേവിച്ചുടച്ച് പഞ്ഞിയിൽ മുക്കി കണ്ണിന് ചുറ്റും കറുപ്പുള്ള ഭാഗത്ത് തേച്ചു പിടിപ്പിച്ച് കുറച്ചു കഴിഞ്ഞ് കഴുകിക്കളയുക. തക്കാളി നീരും നാരങ്ങാനീരും സമം ചേർത്ത മിശ്രിതം കൺതടത്തിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളവും ചൂടുവെള്ളവും കൊണ്ട് മാറി മാറി മുഖം കഴുകിയാൽ കൺതടത്തിലെ കറുത്ത പാട് മാറിക്കിട്ടും. കണ്ണുകളുടെ സൗന്ദര്യത്തിന് കിടക്കുന്നതിന് മുമ്പായി കണ്ണിൽ അല്പം ഗ്ലിസറിൻ ഒഴിക്കുക. ഉച്ചസമയത്ത് വെള്ളരിക്ക മുറിച്ച് കണ്ണിൽ ചേർത്തുവെച്ച് അല്പസമയം വിശ്രമിക്കുക. രാത്രിയിൽ അധികം ഉറക്കമിളയ്ക്കാതിരിക്കുക. കണ്ണിന്റെ നിറത്തിനനുസരിച്ചുള്ള ഐ ഷാഡോകൾ ഉപയോഗിക്കുക. കൺപീലികൾ കൂടുതൽ കറുപ്പ് നിറമാക്കുന്നതിനും പീലികളുടെ വളർച്ചയ്ക്കും കൺപീലികളിൽ ഒലിവെണ്ണ പുരട്ടുക. കൺപീലികൾ തീരെ കുറവായിട്ടുള്ളവർ മസ്കാര ഉപയോഗിച്ചാൽ കൺപീലികളുടെ കുറവ് എടുത്തു കാണിക്കുകയില്ല. കറിവേപ്പില അരച്ച് മോരിൽ ചേർത്ത് കുടിച്ചാൽ ശരീരത്തിനാവശ്യമായ ജീവകം എ ലഭിക്കും. ഇത് കണ്ണിന്റെ തിളക്കം വർദ്ധിപ്പിക്കും. ഉരുളക്കിഴങ്ങ് നേർത്ത പാളിയായി വട്ടത്തിലരിഞ്ഞ് കണ്ണിന്റെ പുറത്തുവെച്ച് 10 മുതൽ 20 മിനിറ്റ് വരെ വിശ്രമിക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കണ്ണും മുഖവും കഴുകുക. കണ്ണുകളുടെ ക്ഷീണം മാറും. കൺപോളകളിലുള്ള തടിപ്പ് മാറ്റുന്നതിന് ഒരു തുള്ളി ശുദ്ധമായ ആവണക്കണ്ണ കൊണ്ട് മസാജ് ചെയ്യുക. ക്ഷീണഭാവമുള്ള കണ്ണുകളെ ഊർജ്ജസ്വലമാക്കുന്നതിനും കണ്ണുകൾക്ക് തണുപ്പ് നൽകുന്നതിനും വട്ടത്തിൽ അരിഞ്ഞ വെള്ളരിക്കയുടെ കനമുള്ള കഷണങ്ങൾ മലർന്നു കിടന്നതിനു ശേഷം കണ്ണുകൾ മൂടത്തക്കവണ്ണം പതിപ്പിച്ചു വയ്ക്കുക. തണുത്ത പാലിൽ മുക്കിയ കട്ടിയുള്ള പഞ്ഞിക്കഷ്ണം കണ്ണുകളുടെ പുറത്ത് പതിപ്പിച്ചു വയ്ക്കുന്നതും കണ്ണുകൾക്ക് തണുപ്പ് കിട്ടുന്നതിന് നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തുള്ളി പനിനീർ ഓരോ കണ്ണിലും ഒഴിക്കുന്നത് കണ്ണുകൾക്ക് ഉന്മേഷം നൽകുന്നു.